ഹലോ ഗെയ്സ്, അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഞങ്ങളെ ഉച്ച ഭക്ഷണം കഞ്ഞിയാണ്. റേഷൻ കടയിൽ നിന്ന് കിറ്റ് കിട്ടിയപ്പോൾ അതിൽ പെരുമ്പയറിരുന്നു. അപ്പോൾ അതും കുറച്ച് അരിയും കൂടെ ഇട്ട് ഇന്ന് കഞ്ഞി വെച്ച്. അമ്മ ഇന്നിങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. അന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പനി വന്നത്, പനി കൂടുതലായി. ഇന്നലെയൊക്കെ ഇങ്ങനെ എണീക്കാനോ അമ്മയ്ക്കിങ്ങനെ തല നൂന്നിരിക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. മൂത്രമൊക്കെ എല്ലാം കിടക്കയിലായിരുന്നു. അങ്ങനെ ഞാൻ സർവ്വദൈവങ്ങളെയും വിളിച്ചു. കാരണം ആ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ അമ്മേരെ അവസ്ഥയെന്ന് പറഞ്ഞാൽ. ഇന്ന് പിന്നെ രാവിലെ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കിയപ്പോഴത്തേക്ക് അമ്മ എണീറ്റ് കിടക്കയിൽനിന്ന് പതുക്കെ എണീറ്റ് അവിടെ തന്നെ ഇരിക്കണം. അത് കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി. എൻ്റെ അമ്മ ഇന്നലത്തെ ഇന്നലെ ഞങ്ങൾ ഒരു ശകലം പോലും കിടന്നിട്ടില്ല. അങ്ങനെയായിരുന്നു അമ്മയുടെ അവസ്ഥ. ഇങ്ങനെ എടുത്ത് ബാത്റൂമിൽ പോവാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. മൊത്തം ഇന്നലെ കിടന്നായിരുന്നു മൂത്രമെല്ലാം പോയിരുന്നത്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഇന്ന് എൻ്റെ ദൈവം, എൻ്റെ അമ്മയെ ഞാൻ അത്രയ്ക്ക് ദൈവത്തെ വിളിച്ചു. കാരണം എനിക്കും ഒരുപാട് വയ്യായികകളൊക്കെ ഉണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കുള്ളതും മൂത്തതൊന്നും അങ്ങനെ വേറെ ആരുമില്ല. അപ്പം എന്നെക്കൊണ്ട് പറ്റാവുന്നതിലും ഒരു അപ്പുറം ഉള്ള ഒരു സ്റ്റേജായിപ്പോയിരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തെ വിളിച്ചു. എൻ്റെ ദൈവത്തിനെ ഞാൻ കണ്ടു. എൻ്റെ അമ്മ ഇതാ ഇപ്പം എണീറ്റ് ചൂടുവെള്ളം അനത്തി മേലൊക്കെ കഴുകി കൊടുത്ത്. പിന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ശകലം ബന്നും അര ഗ്ലാസ് ചായയും കുടിച്ച് പിന്നെ പനിക്കുള്ള ഗുളികയൊക്കെ കഴിച്ച് ഇതാ ഇപ്പോൾ എൻ്റെ അമ്മയുടെ അസുഖം ഇന്നലെ ഞാൻ കണ്ട ഇന്നലത്തെ അവസ്ഥ വെച്ചിട്ട് എൻ്റെ അമ്മയുടെ അസുഖം ഗുളികയിലോ ഒന്നിലുമല്ല പോയത്. എൻ്റെ ദൈവം വന്ന് എൻ്റെ അമ്മയെ രക്ഷിച്ച് അങ്ങനെ തന്നെ. അതുകൊണ്ട് പിന്നെ അമ്മ ഇന്നിതാ ഇപ്പോൾ ഇതാ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല അമ്മയ്ക്ക് നല്ലവണ്ണം സുഖമായി എന്ന് തന്നെ പറയാം. ആ ഒരവസ്ഥയായിരുന്നു ഇന്നലെ. അപ്പം ഇച്ചിരി കഞ്ഞി കൊടുക്കാമെന്ന് വെച്ച് അങ്ങനെ കഞ്ഞി കൊടുക്കുകയാണ്. പിന്നെ ചമ്മന്തിയും നാരങ്ങ അച്ചാറും പപ്പടവും ഇരിക്കുന്നു. അപ്പം അമ്മയ്ക്ക് ഇത്തിരി കഞ്ഞി കൊടുക്കുക. നമ്മളെ അമ്മയെ നോക്കണത് അമ്മയെ അച്ഛനെ നോക്കേണ്ട കടമ മക്കൾക്കുണ്ട്. അത് യൂട്യൂബിലൊന്നും എടുത്ത് ഇടുന്നത് തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. പിന്നെ വേറെ വീഡിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇത് പിടിച്ച് ഇടുന്നത്.